പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ യുവതികൾക്ക് നേരെ ആക്രമണ ശ്രമം. സംഭവത്തിൽ പാലക്കാട് സ്വദേശി കിരൺ പിടിയിലായിട്ടുണ്ട്. പെൺകുട്ടികളെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും 24 ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീകുമാരൻ പാലക്കാട് ജില്ല. ശ്രീത്ത്, ആൾക്കൂട്ടത്തിനിടയിലാണ് ഒരു സ്ത്രീയെ ഒരാൾ വെറുതെ അങ്ങ് അടിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. സുഹൈല്, ഇന്ന് പുലർച്ചയോടുകൂടിയായിരുന്നു ഒരു സംഭവം നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ കാസർഗോട്ടേക്ക് ചില ബ്രൈഡൽ മേക്കപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണ്, യുവതികളാണ്. ഇവർ പാലക്കാട് സ്വദേശികളാണ്. ഇവർ പാലക്കാട് നിന്ന് കാസർഗോട്ടേക്ക് ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് കിരൺ എന്ന് പറയുന്ന മധ്യവയസ്കന് എത്തുന്നത്. അമ്മയെയും ഭാര്യയെയും വിളിച്ചു കൊണ്ടുപോകാൻ വന്നു എന്നാണ് പറയുന്നത്. അതിനിടയിൽ നല്ല മദ്യലഹരിയിലായിരുന്നു കിരൺ എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ പെൺകുട്ടികളോട് ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്ന് പെൺകുട്ടികൾ ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ പരാതിയിൽ പറയുന്നു. ആ സമയത്ത് ഇത് ചോദ്യം ചെയ്തപ്പോൾ കിരൺ ആക്രമിക്കുകയായിരുന്നു, കടന്നു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ അടിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ കൈക്കറി പിടിച്ച് ആക്രമിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കിരണിനെ പോലീസ് RPF അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് തിരികെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലേക്ക്, RPF പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കയറ്റുന്നതിനിടെ ഈ യുവതിയുടെ ബന്ധുക്കളും ചില സുഹൃത്തുക്കളും ചേർന്ന ഒരു 5 അംഗ സംഘം വന്ന് പൊതിരെ തല്ലുകയാണ് ഈ കിരണിനെ. കണ്ണിനടക്കം ഗുരുതരമായ പരിക്ക് കിരണിന് ഏറ്റിട്ടുണ്ട്. നമ്മൾ അല്പസമയം മുൻപ് ആ ദൃശ്യങ്ങളും നമ്മുടെ ക്യാമറമാൻ രാജീവ് സുദേവ് പകർത്തിയിട്ടുണ്ട്. കണ്ണിനടക്കം അടിച്ച് നീര് വന്ന അവസ്ഥയാണുള്ളത്. 5 പേർ, ഇതിൽ 2 പോലീസുകാർക്കടക്കം പരിക്കേറ്റുമെന്നാണ് പറയുന്നത്. ശേഷം ഈ 5 പേരെയും, ഈ യുവതികളുടെ സുഹൃത്തുക്കളായ 5 പേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കാര്യമായ രീതിയിൽ ഈ പെൺകുട്ടിക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടില്ല, അല്ലെങ്കിൽ അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ശരീരത്തിൽ മറ്റു രീതിയിലുള്ള പരിക്കുകൾ ഏറ്റില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ ഭീകരമാണ്. ഒരു പെൺകുട്ടിയാണ് കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതും ആളുകളുടെ നടുവിലാണ് ഈ ആക്രമണ ശ്രമം നടക്കുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അതിനുശേഷം പൊതിരത്തല്ല് ഇദ്ദേഹത്തിന്, ഈ പ്രതിക്ക് കാര്യമായ രീതിയിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസിന്റെ പക്കലിരിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി അല്പസമയത്തിന് മുൻപ് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ, അതായത് ഈ അടി കൊടുത്ത ആളുകളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അവരെയും അല്പസമയത്തിനകം തന്നെ RPF SI പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ, അശ്ലീല ചൊവ്വയോട് സംസാരിക്കുക, ചോദ്യം ചെയ്തതിന് ഇങ്ങനെ പൊതുവെ മർദ്ദിക്കുക. എന്തായാലും കിരണിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് പുറത്തിറക്കുന്ന സമയത്ത് കിരണിനെ ബന്ധുക്കളടക്കം മർദ്ദിച്ചിട്ടുണ്ട്. അതിലടക്കം നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.